ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് വെനില ഐസ്ക്രീമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ്. പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് അരിപ്പൊടിയാണോ ഉള്ളത് ആ അരിപ്പൊടി വെച്ചിട്ട് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അരിപ്പൊടി വെച്ചിട്ട് ഈ ഒരു വെനില ഐസ്ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇനി നമുക്ക് ഈ ഒരു പാൽപ്പൊടിയും അരിപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ 2 കപ്പ് പാലിലാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ഈ 2 കപ്പ് പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു പാൽപ്പൊടിയും അരിപ്പൊടിയും പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൽ ഒഴിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഒന്നിച്ചൊഴിക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു അരിപ്പൊടി ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അരിപ്പൊടിയിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ ഈ ഒരു അരിപ്പൊടിയും പാൽപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഐസ്ക്രീം തയ്യാറാക്കാം. നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ച് ഇതിലേക്ക് ബാക്കി വന്ന പാൽ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പിൽ നിന്ന് 1/4 കപ്പ് പാലിലാണ് നമ്മൾ പൊടി മിക്സ് ചെയ്തിട്ടുള്ളത്. ബാക്കി 1/4 കപ്പ് പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിച്ചെടുക്കേണ്ട, പാലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പാല് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു അരിപ്പൊടി അടിക്ക് പിടിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ പാല് പെട്ടെന്ന് കട്ട കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഈ ഒരു അരിപ്പൊടി ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ചെറിയൊരു കട്ട ഉണ്ടാകും, പ്രശ്നമില്ല. പക്ഷെ പരമാവധി കട്ടയില്ലാതെ നോക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുക്കി കട്ടിയാക്കി എടുക്കരുത്. ഒരു ക്രീം പോലെയാണ് നമുക്ക് ഈ ഒരു പാല് വേണ്ടത്. കാരണം ഇത് കുറച്ച് തണുത്ത് വരുന്ന സമയത്ത് വീണ്ടും കുറച്ചും കൂടി കട്ടിയാകും. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രീം പോലായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കണം. ഇതൊന്ന് ചൂട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ ക്രീം ചൂടെല്ലാം പോയി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീമിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് വാനില ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു എസൻസ് കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീമിനെ ഒട്ടും തന്നെ എയർ കിടക്കാത്തൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് 1-2 മണിക്കൂർ സെറ്റാൻ വേണ്ടി വെക്കാം. സമയത്തിൽ ചെറിയ മാറ്റം ഉണ്ടാകും. കാരണം നമ്മുടെ ഫ്രീസർ എങ്ങനെയാണോ തണുക്കുന്നതിന് അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് സെറ്റായിട്ട് വരാം. നമ്മൾ പുഡിങ്ങെല്ലാം സെറ്റായി വരുന്നത് പോലെ ഒന്ന് സെറ്റായി വരുന്നത് വരെ നമ്മൾ ഇതിനൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം.
ഇതേപോലെ നിങ്ങൾക്ക് 2 മണിക്കൂർ വെച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. കാരണം നമ്മൾ എത്രത്തോളം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന അത്രയും നന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 3 തവണ ഇങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ 2 തവണ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ക്രീം പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒട്ടും തന്നെ എയർ കടക്കാത്ത വിധത്തിൽ ഇതിനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 5-6 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. 5-6 മണിക്കൂർ കൊണ്ട് മാത്രമേ ഇതൊന്ന് സെറ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ക്രീമും മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീമിനെ സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.